ഇപ്പൊ എമ്പുരാന്റെ കുറെ പോസ്റ്റർ റിവീലിംഗ് വന്നോണ്ടിരിക്കുന്നത്. അലോഷിന്റെ ഒരു പോസ്റ്റർ നമുക്ക് കാണാൻ പറ്റും. അലോഷി മരിച്ചുപോയി, എന്നാലും പഴയ എമ്പുരാനില് അത് നമുക്ക് സിനിമ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അല്ല, അത് അറിഞ്ഞുകൂടാ, അത് എന്താന്ന് അറിഞ്ഞുകൂടല്ലോ. നമുക്ക് രാജുവിനായതുകൊണ്ട് രാജുവിന്റെ സ്വഭാവം അറിയാലോ. അപ്പൊ നമുക്ക് രാജു എന്തെങ്കിലുമൊക്കെ ഒരു കുറെ സസ്പെൻസുകൾ അതിനകത്ത് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ. അപ്പം അറിഞ്ഞുകൂടാ, നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്ത് നോക്കാം സിനിമ വരുന്നവരെ. നോക്കാം, നമുക്ക് സിനിമ എന്തായാലും വരട്ടെ. ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലത്. അറിയാലോ, നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഒരു ലെവലും റേഞ്ചും ഒക്കെ അറിയാം. അപ്പൊ കുറേ സസ്പെൻസുകൾ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അതിൽ. എനിക്ക് തോന്നുന്നു എത്ര ക്യാരക്ടർ പോസ്റ്റേഴ്സ് വന്നാലും നിങ്ങളെ വീണ്ടും തൊഴിലടിപ്പിക്കുന്ന കുറേ അധികം കാര്യങ്ങൾ ആ സിനിമയിൽ ഉണ്ടാവും എന്നുള്ളതാണ് എന്റെ അറിവ്. അപ്പൊ എന്തായാലും സിനിമയ്ക്ക് വേണ്ടി നിങ്ങളെപ്പോലെ തന്നെ ഞാനും വെയിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. പറഞ്ഞതുകൊണ്ട് ചോദിക്കാം, ലൂസിഫറിന്റെ സെറ്റ് വന്നിട്ടുള്ളതാണ്, പക്ഷെ എമ്പുരാന്റെ സെറ്റിലേക്ക് പോകാൻ സാധിച്ചിരുന്നു. അതിൽ എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടും തമ്മിലുള്ള വ്യത്യാസം? രണ്ടും തമ്മിൽ എന്തായാലും വ്യത്യാസം ഉണ്ടാവും. വ്യത്യാസം ഉണ്ടാവും. അലോഷി എന്ന എമ്പുരാന്റെ സെറ്റ് പോയിട്ടുണ്ടായിരുന്നു. നോക്കാം, നമുക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഷാലിനേട്ട ഒരു ക്രിയേറ്റർ കൂടിയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല മലയാള സിനിമകൾ ഇത്രയും അഡ്വാൻസ് എമ്പുരാൻ പോലത്തെ ചിത്രങ്ങൾ വരുന്നു, നല്ല നല്ല ചിത്രങ്ങൾ 100 കോടി ക്ലബിലേക്ക് കയറിയും. അപ്പം ശരിക്കും സിനിമ ലാഭത്തിലാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, സിനിമ ലാഭമുള്ള സിനിമകളും ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയധികം സിനിമകൾ ഇവിടെ നടക്കില്ലല്ലോ. നഷ്ടങ്ങൾ മാത്രം നടക്കുന്ന ഒരു ബിസിനസ്സിലേക്ക് ആരെങ്കിലും വരുമോ? അല്ലേ? ഈ പൈസ നമ്മൾ മുടക്കുന്ന 1 രൂപയാണെങ്കിലും 100 രൂപയാണെങ്കിലും 100 കോടിയാണെങ്കിലും അതിന്റെ ഒരു വിജയ സാധ്യത നോക്കിയിട്ടല്ലേ വരുള്ളൂ. അപ്പൊ ആരും അങ്ങനെ മണ്ടന്മാരൊന്നും അല്ലല്ലോ ഇവിടെ ഉള്ള പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ നഷ്ടങ്ങൾ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസായത്തിലേക്ക് ഒരിക്കലും പുതിയ ആളുകളും വരില്ല, പഴയ ആളുകളും വീണ്ടും ചെയ്യും. ഇപ്പൊ അവരുടെ മീറ്റിംഗ് പറയായിരുന്നു 1000 കോടി വരെ മുടക്കുമുതൽ ഉണ്ടായിരുന്നു, പക്ഷെ തിരിച്ചു കിട്ടിയത് അവിടെ 350 കോടിയാണെന്നുള്ളത്. അപ്പൊ ബാക്കി അത്രയും നഷ്ടത്തിലേക്കാണ് പോകുന്നത്. അല്ല, ആ കണക്കൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് എടുത്ത് നോക്കണം. എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. കാര്യം ഇത്രയധികം നഷ്ടമുള്ള ഒരു മേഖലയിലേക്ക് വീണ്ടും വീണ്ടും എങ്ങനെയാണ് വരുന്നത്? അല്ല, എനിക്ക് സംശയമുണ്ട്. അവർ പറയുന്ന കണക്കുകളെല്ലാം വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ അവർ പറയുന്നതിനകത്തൊക്കെ കാര്യമുണ്ടായിരിക്കും. പക്ഷെ അപ്പോഴും ഒന്നും കാണാതെ ചുമ്മാ ഒരു രസത്തിന് വേണ്ടി സിനിമ എടുക്കാൻ ഇപ്പൊ ആളുകൾ വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാര്യം ഇപ്പം ഒരുപാട് യങ്സ്റ്റേഴ്സ് ആണ് ഇപ്പൊ നമ്മുടെ ഉണ്ണിയുടെ പടം തന്നെ ചെയ്തിരിക്കുന്നത്. അതേപോലുള്ള യങ്സ്റ്റേഴ്സ് ആണ് കൂടുതലും വരുന്നത്. അപ്പൊ അവര് കൃത്യമായിട്ട് ബിസിനസിനെ കുറിച്ച് പഠിച്ച്, സിനിമയെ കുറിച്ച് പഠിച്ച്, ഈ സിനിമയ്ക്ക് എത്ര ബഡ്ജറ്റ് ഇറക്കാം, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഇത്ര ബഡ്ജറ്റ് തീർക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും പൂർണ്ണമായിട്ടും നഷ്ടമുള്ള ഒരു വ്യവസായമാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. നല്ല പടങ്ങളാണെങ്കിൽ തിയേറ്ററിൽ ഓടുന്നു പറയാനുണ്ട്. ഇപ്പൊ ഈടായിട്ട് തന്നെ കുറച്ചു മുന്നേ ഷാജോന്റെ ഒരു പടം, അതായത് രാമചന്ദ്രൻ അത് ഇറങ്ങിയ ശേഷം നല്ല അഭിപ്രായം വരികയും തിയേറ്ററിൽ അതേ അഭിപ്രായത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യാതിരിക്കുന്നുണ്ട്. അതേസമയം അതിനോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഓരോ സിനിമയ്ക്കും ഒരു വിധി ഉണ്ടോ? ഓരോ സിനിമയ്ക്ക് ഓരോ വിധിയാണ്. നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യം. ഇപ്പം CD രാമേന്ദ്രൻ റിട്ടയർഡ് ഇപ്പം മനോരമ മാക്സിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ മറ്റ് പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം ഒക്കെ ഒരുപാട്